ഇവിടെ ആദ്യം പിന്താങ്ങിയത് BJP ആണ്, പിന്നെ ABVP ആണ്, പിന്നെ RSS ആണ്, പിന്നെ അവർ നിയന്ത്രിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. PM ശ്രീ പദ്ധതി ഈ സർക്കാർ ഒപ്പുവെച്ചതിനെ പിന്തുണക്കുന്നത് സംഘപരിവാർ സംഘടനകൾ മാത്രമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ പറഞ്ഞു. അപ്പോൾ ഉത്തരം ലഭിക്കേണ്ട ചോദ്യം, സംഘപരിവാർ പദ്ധതി ഒപ്പുവെച്ചത് ആരാണ്? ഇടതുപക്ഷത്തിന്റെ പേരിൽ ഭരിക്കുന്നവരോ അല്ലെങ്കിൽ RSS നയങ്ങൾ നടപ്പാക്കുന്നവരോ? മുന്നണിയെയും മന്ത്രിസഭയെയും അറിയിക്കാതെയാണ് ഒപ്പുവെച്ചത്. ഇതെന്ത് ജനാധിപത്യം? ഇടതുപക്ഷ സർക്കാരല്ല, BJPയെ ഭയന്ന് വഴങ്ങി നിൽക്കുന്ന സർക്കാരാണ്. സംഘപരിവാറിന്റെ പദ്ധതികൾ നടപ്പാക്കുന്നവർക്ക് ഇടതുപക്ഷം എന്ന പേര് ഉപയോഗിക്കാൻ പോലും അർഹതയില്ല. ഞാൻ EMSനെ ഓർത്തു പോകുന്നു. ഇപ്പോൾ EMS അന്ന് പറഞ്ഞു, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച പ്രസ്താവനയാണത്. അന്ന് പറഞ്ഞു, എന്നെ മനോരമയോ മാതൃഭൂമിയോ പിന്തുണച്ചാൽ അപ്പോൾ ഞാൻ ചിന്തിക്കും എന്തോ തെറ്റ് ഞാൻ പറഞ്ഞു വന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥിയായിരിക്കും, സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ. ഇവിടെ ആദ്യം പിന്താങ്ങിയത് BJP ആണ്, പിന്നെ ABVP ആണ്, പിന്നെ RSS ആണ്, പിന്നെ അവർ നിയന്ത്രിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അതുകൊണ്ട് സംതിങ് ഈസ് റോങ് വിത്ത് ദ PMC ആൻഡ് NEP. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത്, ആവശ്യമായിട്ടുള്ള ചർച്ചകൾ വേണം, വ്യക്തത വേണം, സംവാദങ്ങൾ വേണം. ഉണ്ടാകാതെ പോകുന്ന ഈ തിരക്കെന്തിനു വേണ്ടിയാണ്? Why this unusual haste and for what? എന്തുകൊണ്ട്, എന്തിനു വേണ്ടി? അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ വിദ്യാഭ്യാസ ബന്ധുക്കൾക്കും പ്രയാസമുണ്ട്. The destiny of India is being framed in her classrooms എന്നാണ് ആരംഭിക്കുന്നത്. നാടിന്റെ ഭാഗധേയം, ഭാവി രൂപം കൊള്ളപ്പെടുന്നത് ക്ലാസ് മുറിയിൽ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ക്ലാസ് മുറിയെയാണ് പിടിക്കുന്നത് RSS BJP. ക്ലാസ് മുറിയെ പിടിക്കുകയാണ്, പുത്തൻ തലമുറയെ പിടിക്കുകയാണ്. ക്യാച്ച് ദം യങ് എന്ന ഹിറ്റ്ലർ വാക്കുണ്ട്. ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിലെ പിടികൂടുക. അതുകൊണ്ട് BJP ഗവൺമെന്റിന് അധികാരം കിട്ടിയ അന്ന് മുതൽ വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ അവർ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം തുടരുകയാണ് ഇപ്പോൾ. അതേപറ്റി CPIക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി.